പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും ഇപ്പോൾ അല്പം ആശ്വാസത്തിലാണ്. കാരണം ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും വല്ല വിധേനയും രാജ്യതലസ്ഥാനത്ത് നടന്ന വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ ആത്മവിശ്വാസവും ആശ്വാസവും അധികം നാൾ നീണ്ടുപോകില്ല എന്ന സൂചനകളാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ അടുത്ത ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. CJP എന്ന വിദ്യാർത്ഥി കൂട്ടായ്മയാണ് രാജ്യതലസ്ഥാനത്ത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വേണ്ടി വലിയ സമരം നടത്തിയത്. CJPക്ക് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ ജനപിന്തുണയും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ഐക്യം കൂടി രൂപപ്പെടുകയാണ്. ഇത് BJPക്കും അതുപോലെ തന്നെ മോദിക്കും വലിയ തലവേദനയാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. CJPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് E20 ജനതാ പാർട്ടി അഥവാ EJP എന്ന പേരിൽ ഇപ്പോൾ എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ പുതിയൊരു കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുകയാണ്. ഇവര് ചില വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എഥനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധത്തിന് ഇവർ കോപ്പുകൂട്ടുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എക്സിൽ 20,000-ഓളം പേർ അംഗങ്ങളായിരിക്കുന്നു. ഒപ്പം തന്നെ ഇൻസ്റ്റയിൽ 30,000-ഓളം പേർ EJPയെ പിന്തുണച്ചു എന്ന വിവരം പുറത്തു വരികയാണ്. എഥനോൾ കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് എന്നാണ് EJP പറയുന്നത്. എഥനോൾ വിഷയം ഒരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല പ്രതിപക്ഷം. കോൺഗ്രസ് അടക്കം ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും എഥനോൾ വിഷയം രാജ്യത്തെ ഓരോ പൗരനെയും വാഹനമുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിലപാടെടുക്കുമ്പോൾ അത് പ്രധാനമന്ത്രിക്കും BJP സർക്കാരിനും വലിയ തലവേദനയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല അയോധ്യ സംഭാവന തട്ടിപ്പ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ CJPയുടെ സമരം നടന്ന ഒരു സമയത്ത് കോൺഗ്രസ് അല്പം പിന്നോട്ട് പോയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അയോധ്യ സംഭാവനക്കുള്ള വലിയ രീതിയിൽ ചർച്ചയാക്കാൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒരുങ്ങുന്നു. അഖിലേഷ് യാദവ് അടക്കം അതിന് വലിയ രീതിയിലുള്ള ചില തുടർനീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിക്കും BJPക്കും തലവേദനകൾ ഒഴിയുന്നില്ല എന്ന വിവരമാണ് വരുന്നത്. കാരണം എഥനോൾ വിഷയവും അയോധ്യ വിഷയവും മറ്റും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അയോധ്യ വിഷയം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്, സംഭാവനക്കുള്ള. അതും BJPക്ക് തലവേദനയാവുകയാണെങ്കിൽ തീർച്ചയായും സർക്കാരിന് അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരും. എന്താണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്നതും ഇതിലേറെ നിർണായകമാണ്.